ഹലോ, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗിഫ്റ്റ് ഐഡിയ നോക്കിയാലോ? ഇപ്പോൾ നമുക്ക് സ്കൂളിൽ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാം, ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ടതെന്ന് പറയുന്നത് A4 ഷീറ്റ് പേപ്പറാണ് ഞാൻ എടുത്തത്. A4 ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബുക്കിലെ പേപ്പർ ആയാലും മതി കേട്ടോ. ഇതുപോലെ എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഹാർട്ട്സ് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ 5 പേപ്പറാണ്, 4 ഇതുപോലെ ഹാർട്ട്സ് വരച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇങ്ങനെയും വരച്ചിട്ടുണ്ട്. അങ്ങനെ 5 എണ്ണമാണ് വരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതേ കാർഡ്ബോർഡിൽ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് കിറ്റ്കാറ്റാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 10ൻ്റെ 5 കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 എണ്ണം വാങ്ങാനില്ലെങ്കിൽ ഒരു കിറ്റ്കാറ്റ് വെച്ചിട്ട് നമുക്ക് കിറ്റ്കാറ്റ് ആയാലും എന്തായാലും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു മുട്ടായി കൊടുക്കുന്നത് കാട്ടിയും നമ്മളിത് ഇതുപോലെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു വളരെ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ആ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇത് ചരിച്ച് ഒരു സൈഡ് ചരിവ് വരുന്ന പോലെ വേണം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ മടക്കി ഇങ്ങനെയാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയും വേണം, ഇല്ലെങ്കിൽ അത് ഇളകിപ്പോരുമല്ലോ. അതുപോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ ആ കാണുന്ന പോലെ തന്നെ ചരിച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചരിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി സെക്യൂർ ആവാൻ വേണ്ടി നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും 2 സൈഡിൽ ഇതുപോലെ ഓരോ ലെയേഴ്സും കൂടെ നമ്മളിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് വന്നിട്ട് ടേപ്പ് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് അതും ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലാസ്റ്റ് കാണിച്ച ആ ഒരു A4 ഷീറ്റിലെ അതിന് നമ്മൾ പേപ്പർ ഫാൻ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പേപ്പർ ഫാൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പേപ്പർ ഫാൻ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റിബൺ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കും. ഇനി ആ റിബൺ എന്ത് ചെയ്യുക, നമ്മുടെ ബൊക്കയിലും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുപോലെ വെച്ചൊന്ന് വിടർത്തിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ബൊക്കയിലും കൂടെ നല്ലോണം വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കെട്ടിക്കൊടുക്കാൻ പോവാണ്. ഇനി ഈ ഫ്രണ്ടൊക്കെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കൊരു ക്യൂട്ട് ബോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.